ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 9-ാം തീയതിയാണ്, എലക്ഷൻ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എലക്ഷൻ്റെ ഓട്ടോ ഒക്കെ കാണും. പിന്നെ നമ്മൾ വന്നിട്ട് വോട്ട് ചെയ്യാൻ മതിയല്ലോ. അതേ രാവിലെ തന്നെ കണ്ണൊക്കെ തുറന്ന് ഞാൻ പോകണമെന്നോടൊപ്പം നോക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് കണ്ട, ഞാൻ പോകണമെന്നോടൊപ്പം നോക്കുള്ളൂ ഗൈസ്. ഗുഡ് മോർണിംഗ് കൊടുത്തേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ മറ്റേ കുത്തിവെപ്പൊക്കെ എടുത്തതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഉറങ്ങിയിട്ടില്ലായിരുന്നു. താമസിച്ച് ഉറങ്ങിയായിരുന്നു. ഉച്ചയും ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഒരു 3 മണി വരെയൊക്കെ, വെളുപ്പിന് 3 മണി വരെയൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അതിനുശേഷം ഉറങ്ങിയത്. ഞാനൊരു 6 മണിക്ക് അലാറം വെച്ച് പിന്നെ 10 മിനിറ്റ് കൂട്ടി ഇപ്പോൾ സമയം 6:56 അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയേക്കാൻ നോക്കി. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ, വെയിലടിച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല, ഭയങ്കര തലവേദനയായി. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് ഓടാന്നുള്ളൊരു സെറ്റപ്പിൽ എണീറ്റ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓടുന്നത്. പിന്നെ എന്തായാലും ഞാൻ പോട്ടെ, പോകുന്ന വഴിക്കെല്ലാം ശാലിക്കൻ്റെ ഇടയ്ക്ക് ഒരു ചായയൊക്കെ കുടിക്കും. അപ്പം നേരെ പോട്ടെ. രാവിലെ ഇറങ്ങിയപ്പോൾ ഗ്ലാസ്സിനകത്തൊക്കെ ഭയങ്കര പൊടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചേക്കാൻ നോക്കി. തുടച്ചിട്ടോടെ അതാകുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഗ്ലാസ്സൊക്കെ ഒരു വഴി മങ്ങി കിടക്കും. തുടച്ചിട്ട് കാണിച്ചു, തുടച്ചിട്ട് വാങ്ങും. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഇലക്ഷൻ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇലക്ഷനെ സംബന്ധിച്ച് റോഡിൽ സ്ലിപ്പൊക്കെ കൊടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ടോ. രാവിലെ തന്നെ എല്ലാവരും വന്നിരിപ്പുണ്ട്. ഇനി വോട്ട് എത്ര മണിക്കാവും? എനിക്ക് തോന്നുന്നു 8 മണിക്കാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, ഇവിടം വരെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കണ്ട, മൊത്തം ചുമലക്കൊടിയാണല്ലോ ഗൈസ്. ഇത് ചുമല ഡ്രസ് ഇട്ടുണ്ടായിരുന്നു എനിക്കൊരു. രാവിലെ സാലിക്കാൻ്റെ കടയിൽ ചായ കുടിക്കാമെന്ന് ഓർക്കുകയാണ്. പക്ഷെ എന്താണെന്നുള്ളത്, ഇലക്ഷൻ സംബന്ധിച്ച് സാലിക്കാൻ്റെ കടയൊക്കെ അടച്ചിട്ട്, സാലിക്കാൻ്റെ കടയൊക്കെ അവധിയാണെന്ന്. എല്ലായിടത്തും ഇലക്ഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ്. എല്ലായിടത്തും ഇനി ഇന്ന് പോലീസൊക്കെ ആയിരിക്കും എല്ലായിടത്തും. ഇനി ഒരേ സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ നടക്കാണ്ടിരിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളായിരിക്കും മൊത്തം. അപ്പോൾ വോട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാനായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരേ ബൂത്തുകളിൽ ഇങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഇനി വോട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ചെറിയ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ നല്ല രസമാണ്. വെയിലൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ, സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല രസമാണ് രാവിലെ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഓട്ടോ ആയിട്ട് വന്നിട്ടൊരു പഴുത്ത മാങ്ങ വന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ വീണു. ഭാഗ്യത്തിന് ഗ്ലാസ്സിൽ വീണില്ല. സമയം ക്ലിയർ ആയിരുന്നെങ്കിൽ ഗ്ലാസ്സിൽ വീണ് ഗ്ലാസ് പൊട്ടിയേനെ. അതിൻ്റെ വലിയ ഗ്രില്ലുണ്ട്, ഗ്രില്ലിൽ ഒന്ന് അടിച്ചിട്ട് വരാം. ഞാനെന്താ കല്ലൊന്നും അടിച്ചിരിക്കുകയാണ്, വടക്കം സൗണ്ടായിരുന്നു. ഒരു പഴുത്ത മാങ്ങയായിരുന്നു. അതിൻ്റെ ചിന്നിച്ചിതറി ഉള്ള ഓട്ടോയുടെ ഫ്രണ്ടിലും അവിടെ ഇവിടെയൊക്കെ വീണു, ഗ്ലാസ്സിനകത്തൊക്കെ. അപ്പം ഞാൻ തുടച്ചില്ലായിരുന്നു. ഇപ്പം പിന്നെ അത് തുടച്ചു വിട്ടു. അത് ഇരിക്കത്തോറും വഷളായിക്കൊണ്ടേ. ഇപ്പം കുഴപ്പമില്ല, ഇപ്പം തുടങ്ങി സെറ്റാക്കി ഇപ്പം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കാണിച്ചു തരാം. മൊത്തം പോലീസാണ്, അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നത്. ഞാൻ കൈ പിടിച്ചല്ല, ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ശ്രദ്ധ പോലും ഞാൻ ഫോണിലോട്ടല്ല, നേരെ നോക്കി സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വലിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ. അപ്പോൾ രാവിലെ തന്നെ ചെറിയൊരു ഫോട്ടോ കിട്ടിയായിരുന്നു. ഒരു ഇലക്ഷൻ ബൂത്തിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് പുലിയമ്പഴിയിലായിട്ട് ആക്കി കൊടുക്കണം. ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ഒതുക്കിയതുണ്ട്. പക്ഷെ അവർ കൈ കാണിച്ചപ്പോൾ പിന്നെ അവരാക്കി കൊടുക്കാൻ വേണ്ടി പോയി. ഇനി എന്തായാലും ചായ കുടിച്ചിട്ടേ ഉള്ളൂ. ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ പോയാക്കാണ്ട് കേൾക്കണം. കടയുടെ ഓണറെ വിളിച്ച് ചായ
തന്നെ അടിപൊളി വെയിലത്ത്. നമ്മുടെ വെള്ളക്കിണർ ഓട്ടോ സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട്. കുറേ കിടന്ന് കറങ്ങിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ലാസ്റ്റ് അങ്ങനെ സ്റ്റാൻഡിൽ പിടിക്കാൻ വന്നേ. നേരത്തെ ഇവിടെ വന്നപ്പോൾ കാലിയല്ല, അപ്പോൾ പിടിച്ചില്ല. അപ്പോൾ അത് 2 വണ്ടി കിടപ്പുണ്ട്. ഈ 2 വണ്ടി കഴിഞ്ഞാൽ നേരത്തെ അവിടെ നിന്ന് ഓരോ വണ്ടികളിങ്ങനെ കയറ്റി. അപ്പോൾ എന്തായാലും ഇനി ഇലക്ഷൻ ആയതുകൊണ്ട് ഓട്ടം അടുത്തായിരിക്കും. ഓട്ടം ഉണ്ടെന്ന് വിചാരിച്ചിറങ്ങിയതാണ്, പക്ഷേ രാവിലെ തന്നെ നടക്കുന്നുണ്ട്. വെള്ളക്കിണർ അമ്പലം എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലാണ് ഞാൻ കുറേ ഓടി, പക്ഷേ രക്ഷയില്ല. കറങ്ങി ഓടി എണ്ണ തീരത്തുള്ളൂ. ഇലക്ഷനായിട്ട് ഓട്ടമൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ആരും ഇല്ലത് സ്റ്റാൻഡിൽ ഞാൻ മാത്രം. വെള്ളക്കിണർ സ്റ്റാൻഡിലോട്ട് വന്നത് 2 ഓട്ടം കിട്ടിയായിരുന്നു, പക്ഷെ എന്നാലും ഇലക്ഷൻ്റെ ഇതൊന്നുമില്ല. വെള്ളക്കിണർ ജംഗ്ഷനിലെ സ്റ്റാൻഡിലാണ് നോക്കുന്നത്. അമ്പലം നേരത്തെ വന്ന് കിടന്നിട്ട് കുറേ ഓട്ടം കിട്ടാണ്ട് മടുപ്പടിച്ചത്. ഇപ്പോൾ വന്നപ്പം വേറെ ആരെയും കണ്ടില്ല, സ്റ്റാൻഡിൽ ഞാൻ മാത്രം. ഫസ്റ്റ് കിട്ടിയതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഗൈസ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ ബൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലെ ലജനത്ത് സ്കൂളാണ്. അപ്പോൾ എൻ്റെ സ്ലിപ്പ് ഇപ്പോൾ കൊണ്ടുവരും. രാവിലെ തിരക്കൊന്നുമില്ല, അപ്പോൾ രാവിലെ കയറി വോട്ട് ചെയ്തേക്കാന്ന് ഓർത്തില്ല. എന്നുണ്ടെങ്കിൽ പിന്നെ ഓട്ടോ ഓടാനൊക്കെ പോസ്റ്റാണ്. അപ്പോൾ നേരെ കയറി വോട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ അതേ വോട്ടൊക്കെ ചെയ്തിട്ട് പോകുകയാണ് ഗൈസ്. എൻ്റെ വോട്ടിങ് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വെള്ളക്കിണർ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഓട്ടോ ഒക്കെ ഓടി. ഭയങ്കര വെയിലാണ്, വെയിലായിട്ട് നിൽക്കാൻ പോലും വയ്യ. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ വീട്ടിലോട്ട് വയ്ക്കും. എനിക്ക് നമ്മുടെ ലളിതാംബിക ഡോക്ടറിൻ്റെ അവിടെ നിന്ന് തലവടിയിലോട്ടൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. തലവടി ഓട്ടം പോയിട്ട് എനിക്ക് വന്നതാണ്. ഭയങ്കര വെയിൽ കണ്ടാതെ ഒന്നും കാണാൻ പോലും വയ്യ ഗൈസ്. അതുകൊണ്ട് ഞാൻ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുക്കാത്തത്. അപ്പോൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാം. ആരും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ കയറി പിടിച്ചു. വെയിലുണ്ടോ? വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുപോലും കാണാൻ പറ്റാത്ത വെയിൽ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അനങ്ങി ഓടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, വലിയ വലിപ്പില്ല. പക്ഷെ വെയിലാണ് വിഷയം. ദാഹിച്ചിട്ട് വയ്യ. മരുഭൂമിയിലെ അവസ്ഥ. നമ്മൾ ഈ കാശ്മീരല്ലല്ലോ, നമ്മളാ മരുഭൂമിയിലെ സെറ്റപ്പ്. നല്ല അടിപൊളി വെയിലാണ്, തിളച്ച് മറിയുകയാണ് ഗൈസ്. ഞാനിപ്പോൾ എന്തായാലും നേരെ വീട്ടിലോട്ട് പോയി ഫുഡ് അടിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങും കുറച്ച്, എന്നിട്ട് ഇറങ്ങത്തുള്ളൂ. ഞാൻ നമ്മുടെ സ്റ്റാൻഡിൽ കിടക്കുമായിരുന്നു. അപ്പം അവിടെ നിന്ന് മുമ്പ് താമസം മാറിപ്പോയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വെള്ളക്കിണർ സ്റ്റാൻഡിൽ വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവരെയും കൊണ്ട് KSRTC ബസ് സ്റ്റാൻഡിലോട്ടൊരു ഓട്ടം വന്നു. ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി നിന്നതാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിലോട്ട് ഓട്ടം വന്നപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടന്നിട്ട് അവിടെ നിന്ന് 2-3 ഇവിടെ നിന്ന് വല്ല നമ്മളങ്ങോട്ട് ഓട്ടം കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ വരുന്ന സ്റ്റാൻഡിൽ തന്നെ കിടപ്പുണ്ട്. അവിടെ 2 വണ്ടി കിടപ്പുണ്ട്, ഇവിടെയും വണ്ടി കിടപ്പുണ്ട്. ആ 2 വണ്ടിയും പോയി ഈ വണ്ടിയും പോയിട്ട് എൻ്റെ വണ്ടി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. വിശന്നിട്ടാണെങ്കിൽ വയ്യ, നല്ല ദാഹമുണ്ട്, നല്ല വെയിലും ഉണ്ട്. നോക്കാം, കണ്ണൊക്കെ കണ്ടോ റെഡ് കളർ. നോക്കട്ടെ എന്താവുമെന്ന്. വേറെ എങ്ങോട്ടെങ്കിലും പോകുവാണെങ്കിൽ പറയാം. ഇവിടെ നല്ല തണലുണ്ട്, മരമുള്ളൊന്നും. പക്ഷെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലാണ്. നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ വീടെത്തിയിട്ടുണ്ട്. ഇത് ബീട്രൂട്ട് ക്യാരറ്റും ബീൻസ് തോരൻ, മുളക് കേരക്കറി, മുളക് കറിയൊക്കെ എടുക്കുവാണ്. ചോറ് ഉണ്ടോ? ഭയങ്കര ചൂടാണ് ഗൈസ്. ഞാൻ ഓടി വീട്ടിലോട്ട് ഒന്നിച്ചു ഉണ്ടോ ഗൈസ്. ഭയങ്കര എക്സ്ട്രായിട്ടിരിക്കണം. രാവിലെ ഒരു 7 മണിയൊക്കെ എണീറ്റ് പോയി ഞാൻ. 7 6:30 പോയി ഞാൻ. ഇപ്പം സമയം 2:17. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞാൻ പോകും. തിരിച്ച് എനിക്ക് വേണ്ടി ചോറ് തയ്യാറാക്കുവാണ് ഗൈസ്. ചോറും കഴിച്ച് വിശ്രമിക്കും. അങ്ങനെ വയ്യ. മുളക് കറി എടുക്കുന്നു. എന്ത് മീൻ? ചൂരല്ലേ പറഞ്ഞു. ചോറ് ചെയ്യാൻ പോകണം. അപ്പോൾ ക്യാരറ്റ് വരെ, ക്യാരറ്റും ബീട്രൂട്ടും തോറും പിന്നെ മാംഗോ പിക്കിൾസ്, സവാള സലാഡ്, ഒനിയൻ സലാഡ്, ടൊമാറ്റോ ഗ്രീൻ ചില്ലി വിനിഗർ, സാലഡ്, കോക്കനട്ട് ഓയിൽ, ചൂരക്കുട്ടിക്കറി, ബേബി ചൂര, കാണണ്ട. ഇങ്ങോട്ട് കൊടുത്തേക്ക് വെച്ചു അടുപ്പിച്ചോണ്ട്
എനിക്ക് വേണ്ട കേടാ. ഫ്രൈ 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 ഇല്ല. ഓക്കെ. ഒരു അപ്പോൾ നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ എല്ലാം തിന്ന് കഴിച്ചു. അങ്ങനെ ചോറൊക്കെ തിന്നിട്ട് റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ഭയങ്കര ചൂട്. ചോറൊക്കെ തിന്ന് വയർ ഫുള്ളായി. ദേ ബാഹുബലി പടം കാണുവായിരുന്നു. ബാഹുബലി കിടക്കുന്നു. ബാഹുബലിയാണോ? ബാഹുബലിയാണോ? ബാഹുബലി ബാഹുബലിയാണോ? ബാഹുബലി അല്ല, ബാഹുബലിയാണ്. ബാബുളിയാണോ? ബാബുളി അല്ല, ഇങ്ങോട്ട് നോക്കണ ബാബുളി മുഖത്തിൽ തൊടല ഇപ്പൊ ജോലി. മുഖം ഇങ്ങനെ അടുത്ത് കാണിച്ച് താടിയിലൊക്കെ തൊടും. അടിപ്പളല്ല, അത് നേരത്തെ എന്റെ താടി പിടിച്ച് വലിക്കണ്ടേ. തൊട്ടൊക്കെ നോക്കുന്നുണ്ട്. അല്ല, ബാബുളിയാണോ? ബാബുളി എടാ, നിന്റെ താടിയിൽ തൊടാനാ. ഇങ്ങോട്ട് നീങ്ങിക്കട. തൊട്ടൊക്കെ നോക്കുന്നു. അങ്ങനെ ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് ചെറിയൊരു ഓട്ടം വിളിച്ചായിരുന്നു. എന്നെ ചെറിയൊരു ജിലേബിയുടെ പരിപാടി വിളിച്ചായിരുന്നു. അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ പോയിട്ട് എന്താണ് വിശേഷങ്ങളെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ. വേണ്ട, ജിലേബിയോടുള്ള ഇഷ്ടം കാരണം ജിലേബി മനസ്സിലെന്ന് പറഞ്ഞ് പേര് വരെ ഇട്ടൊരു പുള്ളിയുണ്ട് നമ്മുടെ അടുത്ത്. കാരണം അവിടുത്തെ ഒരു ഓട്ടം വിളിച്ചാണ് ജിലേബിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയുണ്ട്, വീട്ടുകാരുണ്ട് ജിലേബി മനസ്സിലാണ്. ഇങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ മെഡിക്കലിൻ്റെ അവിടെയുള്ള പാൽമറ എന്ന് പറയുന്നൊരു ഒരു റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ ഇവർക്കൊരു ഹാളും ഉണ്ട്. അപ്പോൾ ഹാളിൽ വെച്ച് എന്തോ റിസപ്ഷൻ പരിപാടി. അപ്പം അങ്ങോട്ട് ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ജിലേബിയുടെ സാധനങ്ങളായിട്ടാണ്. അപ്പം സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊരു ട്രോളിയുണ്ട്. അതെടുക്കാൻ വേണ്ടി പയ്യൻ പോയിരിക്കും. സാധനങ്ങളല്ല, ബക്കറ്റും അടുപ്പും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പുറകെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടിയിലത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ആണ് കണ്ടത്. മേളിലാണ് ഹാള്, 4ാം നിലയിലും കണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇനി 4ാം നിലയിലോട്ട് കൊണ്ടുപോകണം. അവിടെ പുറകെ കൂടെ ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ കൂടെ കൊണ്ടുപോകണമെന്ന് വിശ്വസിക്കാം. ഇല്ലേ, കൈക്കെടുത്ത് കൊണ്ടുപോകും, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇതുണ്ട് 4ാം നിലയല്ലേ, 1 2 3 4 4ാം നിലയാണ് ഗൈസ്. അപ്പോൾ ഈ ചിലപ്പോൾ ഞാനിത് സാധനം കൊടുത്തിട്ട് ഞാൻ പോകും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിൽക്കും. ഇതിൽ ജിലേബിയൊക്കെ തിന്നുകൊണ്ട് നിൽക്കും. നോക്കട്ടെ. ഇതാണ് ഞാൻ ജിലേബിയുടെ പരിപാടിക്ക് വന്നു. റിസപ്ഷൻ. ജിലേബി ഉണ്ടാക്കുന്ന പയ്യ നാസിമിക്കയുടെ അരിമപുത്രൻ. പഞ്ചസാര ലൈൻ. അപ്പോൾ ഗൈസ്, ഞാനവിടെ സാധനങ്ങളെല്ലാം സെറ്റാക്കി ഇറക്കിയെല്ലാം കൊടുത്തു. പിന്നെ വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. എനിക്ക് വേറൊരു ഓട്ടം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒതുങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പയ്യൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്നേ ഉള്ളൂ, ചെറിയൊരു പരിപാടി. അപ്പം ഞാൻ പോയിട്ട് വരാം, ഓട്ടം കഴിഞ്ഞിട്ട് വരാം.
ഗൈസ്, അപ്പോൾ ഞാൻ ബീച്ചിലെ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻറ്റിമേറ്റ് സുഹൃത്ത് ഇർഫാനാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കി ഒരു ചെറിയൊരു ഓട്ടം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ നമ്മുടെ ആലപ്പുഴ ബീച്ചിലോട്ട് വന്നപ്പോഴാണ് നമ്മളെ കൂട്ടുകാരനെ കണ്ടത്. അവനിവിടെ ഓടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത്രയും ഓട്ടമുണ്ട്. ഇത്രയും ഓട്ടം പോയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ആലപ്പുഴ ബീച്ചിലോട്ടല്ല, ഓടി വരും. കാർണിവലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാണ്ടർ ഫോഴ്സ് എല്ലാം സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആളും തിരക്കുകളൊക്കെ ഉണ്ട്. സ്കൂൾ അവധിയൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും വാ. ആലപ്പുഴ ബീച്ചിൽ കിടന്ന് കുറച്ച് നേരം ഓടട്ടെ. എന്നിട്ട് വേണം ഇനി ആ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണം. ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ പോയാൽ മതി. അതുവരെ ചെറിയൊരു ഓട്ടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ എനിക്ക് ബീച്ചിൽ നിന്നും ഞാൻ നിൽക്കുന്ന സമയത്താണ് എന്നെ നമ്മളൊരു സുഹൃത്ത് വിളിച്ചത്. അപ്പോൾ സുഹൃത്താണ് ഈ പോണത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കയറ്റി വേറൊരു ഓട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കയറ്റി എങ്ങോട്ടാണെന്ന് പറഞ്ഞോടാ. അവിടെ ചെന്നിട്ട് അറിയത്തില്ല അങ്ങോട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് കൈനഗിരിയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനഗിരിയിൽ കുറച്ച് കല്യാണ സാധനങ്ങളുമായിട്ട് ഓട്ടം വന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആൾക്കാരെ വെയിറ്റ് ചെയ്യാണ്. ഇതുണ്ട് നമ്മുടെ ഓട്ടോക്കകത്ത് 5 സ്റ്റാർ സെറ്റപ്പാണ്. ലൈറ്റൊക്കെ കണ്ടില്ലേ, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം ആൾക്കാർ. അവിടുന്ന് സാധനം കയറ്റി വിട്ട ആൾക്കാർ ഇവിടെ കാണുന്നില്ല. സാധനം ഫുള്ളായതുകൊണ്ടല്ല, ഇങ്ങനെ ഗച്ചാനും കൂടെ കൊണ്ടുവന്നു. ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് അടിക്കാൻ പോകും. ഫുഡ് അടിക്കട്ടെ. താറാവ് ഇതൊക്കെയാണ് നൈറ്റ് ഫുഡ് കഴിക്കണം. അപ്പോൾ സെക്കൻഡ് ഡിന്നറായിട്ട് അവിയലും ബീഫ് ഫ്രൈ ഉണ്ട്, മാങ്ങാച്ചാറുണ്ട്, താറാവ് കറി, ക്യാബേജ് തോരൻ, ചമ്മന്തി, കേരക്കറി. പൊളിക്കട്ടെ. മറ്റേ ആളെ കണ്ടില്ലേ വേണ്ടി ഇരുന്ന് തിന്നുന്ന അയാൾ ആര് ലക്ഷങ്ങൾ മേടിക്കുന്ന എളുപ്പം. അപ്പം താറാവ് കറി. എന്തോ കഞ്ഞി എടുത്ത് ചെയ്യണം. lo vean es y coffee da എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ പഴംപൊരിയും താറാവും കൂടെ അടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ അപ്പം താറാവും പിന്നെ ചോറും മീൻകറി എല്ലാം അടിച്ചു. താറാവിൻ്റെ മൊത്തം എല്ലാം. ഞാൻ ഓട്ടോ എല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നേരെ നമ്മൾ വെള്ളം എടുക്കാൻ പോകണം. വെള്ളം എടുത്തിട്ടാണ് ഞാൻ അപ്പം നേരെ വെള്ളക്കടയിലും
ഘട്ടത്തിൽ വന്നപ്പം ബണ്ണില്ലായിരുന്നു, ഒരു ബണ്ണ് കിട്ടും, ഒരു ബട്ടർ ബൺ. അത് ഓടിപ്പോയി എടുക്കാൻ ഷായ്. നമ്മൾ വന്നപ്പോൾ ബണ്ണൊന്നും കണ്ടില്ല. ഞാൻ അലമാരി നോക്കിയപ്പോൾ ഒരു ബണ്ണ് ഇരിക്കണം. അത് കടയിൽ പോലും ചോദിക്കാണ്ട് ഇത് എടുത്തു വന്നിരുന്ന് കഴിക്കുന്നത്. എന്ത് പറയാനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ബട്ടർ ബണ്ണിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇതാക്കി തുറന്നു ബട്ടർ അതേ നമ്മൾ പൂക്കായും ഇറങ്ങുവാണ്. ബണ്ണും ബട്ടർ ബണ്ണും ചായയും കുടിച്ചു. ഇനി നേരെ ഒരു കടയിൽ കയറി ഇതാണ് സ്നഗ്ഗി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്നഗ്ഗിയൊക്കെ ഒരു ദിവസം കൊണ്ട് ഇന്നലെ രാത്രി സ്നഗ്ഗി വാങ്ങിക്കുന്നുണ്ട്. അപ്പം സ്നഗ്ഗിയൊക്കെ 4 സ്നഗ്ഗിയൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത സ്നഗ്ഗി ഇതുവരെ വന്നു. പ്രതിഷേധമാണ്. ഞാൻ അപ്പവും താറാവ് സ്റ്റോറി കഴിച്ചിട്ട് ഒരു ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് വന്നു. ബേബി അടിയിൽ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഇത് ബാത്റൂമിൽ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം റൂമിൽ ഇച്ചിരി മങ്ങിക്കിടക്കാൻ വേണ്ടി, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. ചൂടെടുത്തിട്ട് നിൽക്കാൻ പോലും വയ്യ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് കിടത്തിയിരിക്കുക. അങ്ങോട്ടും തിരിഞ്ഞ് കിടപ്പുണ്ട്. അനങ്ങാണ്ട് അവിടെ കിടക്കുന്നതല്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. കഴിഞ്ഞ ദിവസം കുത്തിവെപ്പെടുത്തതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങനെ കല്ലിച്ച് കിടക്കുവാണ് കാലിൻ്റെ അവിടെ. അപ്പം ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളാ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകൾ അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണമെന്ന് ടപ്പേന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാലേ നമ്മളിടുന്ന നല്ല അടിപൊളി വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടിപൊളി കാഴ്ചകളുമായി നമുക്ക് നാളെ കാണാം. ബൈ ബോയ്.